നമസ്കാരം. പ്രവാസ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. ജോർജിയയിൽ കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ വെടിവെപ്പിൽ ഇന്ത്യൻ വംശജരായ 4 പേർ കൊല്ലപ്പെട്ടു. ജോർജിയയിലെ ലോറൻസ് വില്ലിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഈ സംഭവം നടന്നത്. ഇന്ത്യൻ സ്വദേശിനികളായ 43-കാരി മീനു ഗ്രോഗ, ബന്ധുക്കളായ 33-കാരൻ ഗൗരവ് കുമാർ, 37-കാരനായ നിധി ചന്ദ്രൻ, 38-കാരനായ ഹരീഷ് ചന്ദ്രൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മീനുവിന്റെ ഭർത്താവ് വിജയ് കുമാർ ആണ് ഈ കൊലപാതകം നടത്തിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വെടിവെയ്പ് നടക്കുമ്പോൾ 3 കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു. അക്രമിൽ നിന്ന് രക്ഷപ്പെടുവാൻ കുട്ടികൾ വീടിനുള്ളിൽ അലമാരയ്ക്കുള്ളിൽ ഒളിക്കുകയായിരുന്നു. ഇതിനിടെ ഒരു കുട്ടി ധൈര്യം സംഭരിച്ച് പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു. കുട്ടിയുടെ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും 4 പേരും മരണപ്പെട്ടിരുന്നു. പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട കുട്ടികളെ പിന്നീട് ഇവരുടെ മറ്റു ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറ്റി. സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ അറ്റ്ലാന്റയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അനുശോചനം രേഖപ്പെടുത്തി. കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകി വരികയാണെന്നും പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുമാണ് കോൺസുലേറ്റ് അറിയിച്ചത്. അമേരിക്കയിൽ ഭാര്യയുടെയും അവരുടെ 3 ബന്ധുക്കളുടെയും വെടിവെച്ചു കൊന്ന ഇന്ത്യക്കാരനെ അതിവേഗം പിടികൂടിയത് പോലീസിന്റെ സൂക്ഷ്മ നിരീക്ഷണമാണ്. അറ്റ്ലാന്റയിൽ ബ്രൂക്ക് ഐവി കോട്ടിലെ 1000 ബ്ലോക്കിലുള്ള വീട്ടിൽ വെച്ച് ഭാര്യ മീമു ഡ്രോഗ, ഗൗരവ് കുമാർ, നിധി ചന്ദ്രൻ, ഹരീഷ് ചന്ദ്രൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ വിജയ് കുമാറിനെയാണ് സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ അതിവേഗം പോലീസ് സംഘം പിടികൂടിയത്. പിതാവ്, അമ്മയും ബന്ധുക്കളെയും വെടിവെച്ചതായി പ്രതിയുടെ മകനായ 12 വയസ്സുള്ള കുട്ടിയാണ് എമർജൻസി നമ്പറിൽ വിളിച്ച് അറിയിച്ചത്. വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും പ്രതി വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. വീട്ടിലെത്തിയ പോലീസ് സംഘം കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന 4 മൃതദേഹങ്ങളായിരുന്നു. തുടർന്ന് വീടും പരിസരവും പോലീസ് സംഘം പരിശോധിച്ചു. പ്രതിയുടെ വാഹനം സമീപത്ത് തന്നെ കിടക്കുന്നത് കണ്ടതോടെ വിജയ് കുമാർ പ്രദേശത്ത് തന്നെ ഉണ്ടാകുമെന്ന് പോലീസ് ഊഹിച്ചു. അതിവേഗം K9 ഡോഗ് സ്ക്വാഡിനെ സംഭവ സ്ഥലത്ത് എത്തിച്ച് പരിശോധന നടത്തി. പോലീസ് നായ മണം പിടിച്ച് വീടിന് സമീപത്ത് തന്നെയുള്ള സ്ഥലത്ത് മരങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന വിജയകുമാറിന്റെ അടുത്ത് എത്തിയതായാണ് പ്രാഥമികമായി പുറത്തുവന്ന വിവരം. വിജയകുമാർ കുടുംബ വഴക്കിനെ തുടർന്നാണ് കൊലപാതകങ്ങൾ നടത്തിയത്. വീട്ടിൽ സംഭവ സമയം വിജയകുമാറിന്റെ 12 വയസ്സുള്ള കുട്ടി, 7ഉം 10ഉം വയസ്സുള്ള മറ്റ് 2 കുട്ടികൾ എന്നിവരും ഉണ്ടായിരുന്നു. 7ഉം 10ഉം വയസ്സുള്ള കുട്ടികൾ ബന്ധുക്കളുടെ കൂടെ വന്നവരാണ്. കുട്ടികൾ അലമാരയിൽ കയറി ഒളിച്ചതിനാലാണ് രക്ഷപ്പെടുന്നതാണ് റിപ്പോർട്ടുകൾ. മറ്റൊരു വാർത്ത, ഇന്ത്യ UAE തമ്മിലുള്ള സാംസ്കാരിക വിനിമയം ശക്തിപ്പെടുത്തുവാൻ അബുദാബിയിൽ ഹൗസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഇന്ത്യ സന്ദർശനത്തിലെ സുപ്രധാന തീരുമാനങ്ങളിലൊന്നായി ഇത്. ഇന്ത്യൻ സംസ്കാരം, കലാ, സാഹിത്യം, പൈതൃകം എന്നിവ UAE ജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും പരിചയപ്പെടുത്തുക എന്നതാണ് സാദിയാദ് കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൽ സ്ഥാപിക്കുന്ന കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യം. 2 രാജ്യങ്ങളും തമ്മിൽ ആഴത്തുള്ള സാംസ്കാരിക ബന്ധത്തിന്റെ അടയാളമായിരിക്കും ഈ കേന്ദ്രം. ലൂവ്ർ, അബുദാബി പോലുള്ള ലോകോത്തര മ്യൂസിയങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ തന്നെ ഹൗസ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുവാൻ അനുവദിച്ചത് 2 രാജ്യങ്ങളും തമ്മിലുള്ള ഇഴയടുപ്പത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രം, കലാരൂപങ്ങളും പ്രദർശിപ്പിക്കുന്ന ഗാലറികൾ, ക്ലാസിക്കൽ നൃത്തങ്ങൾ, സംഗീത പരിപാടികൾ, യോഗ സെഷനുകൾ തുടങ്ങിയ സാംസ്കാരിക പരിപാടികൾക്കുള്ള വേദികൾ, ഇന്ത്യൻ സാഹിത്യത്തെയും ഭാഷകളെയും കുറിച്ചുള്ള പുസ്തകങ്ങൾ ലഭ്യമാകുന്ന ഗവേഷണ കേന്ദ്രം, ഇന്ത്യൻ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാവുന്ന കഫേകളും ഭക്ഷണശാലകളും തുടങ്ങി ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിക്കുന്നതായിരിക്കും ഈ കേന്ദ്രം. അബുദാബിയിൽ പ്രവർത്തിച്ചു വരുന്ന മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ ശിലാക്ഷേത്രമായ BAPS ഹിന്ദു മന്ദിറിന് ശേഷം മറ്റൊരു സാംസ്കാരിക മുദ്രയായി ഹൗസ് ഓഫ് ഇന്ത്യ മാറും. ഈ കേന്ദ്രം തുറക്കുന്നതോടെ UAE-യിലെ ഇന്ത്യക്കാർക്ക് പൈതൃകം ആഘോഷിക്കുവാനുള്ള സ്ഥിരം വേദിയായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷ. 2032 ഉഭയകക്ഷി വ്യാപാരം $20,000 കോടി വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യത്തോടെ ഇന്ത്യയും UAE-യും തമ്മിൽ ഒട്ടേറെ തന്ത്രപരമായ കരാറുകളിലും ഒപ്പുവെച്ചത്. വ്യാപാരവും നിക്ഷേപവും തൊഴിലവസരവും ശക്തിപ്പെടുത്തുവാൻ ഇത് സഹായകരമാകും. അബുദാബിയിൽ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യവും പഠന നിലവാരവും മെച്ചപ്പെടുത്തുവാൻ സ്കൂൾ പ്രവർത്തന സമയം വൈകിപ്പിക്കുന്നു. രാവിലെ 7-നോ 7:30-ക്കോ ആരംഭിച്ചിരുന്ന സ്കൂൾ സമയം 8:15-നോ 9:00-ലേക്കോ മാറ്റുവാനാണ് തീരുമാനം. ചില സ്കൂളുകൾ ഇതിനകം തന്നെ സമയമാറ്റം നടപ്പിലാക്കി. ഇതോടെ റോഡിലെ ഗതാഗത കുരുക്കും കുറഞ്ഞു. തന്മൂലം വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും പെട്ടെന്ന് ലക്ഷ്യത്തിലെത്താനും സാധിക്കുന്നു. UAE-യിൽ ജുമുഅ സമയം നേരത്തെ ആക്കിയതിനാൽ വെള്ളിയാഴ്ചകളിൽ 11:10-ന് സ്കൂൾ വിടുന്നത് വിദ്യാർത്ഥികൾക്ക് ഗതാഗത കുരുക്കിൽ അകപ്പെടാതെ കൃത്യസമയത്ത് വീട്ടിലെത്തുവാൻ സഹായിക്കുന്നു. ഇതുമൂലം കുട്ടികൾക്ക് ആവശ്യത്തിന് ഉറക്കം ലഭിക്കുന്നത് അവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. രാവിലെ ഉണ്ടാകുന്ന അമിത സമ്മർദ്ദം കുറയ്ക്കുക വഴി കുട്ടികളെ ഉത്കണ്ഠ കുറയ്ക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ചില സ്കൂളുകൾ പ്രകൃതിയോട് ഇണങ്ങിയുള്ള പഠന രീതികൾ സ്വീകരിക്കുന്നതും കുട്ടികൾക്ക് മാനസിക ഉന്മേഷത്തിന് ഗുണകരമാകുന്നുണ്ട്. ഇതേസമയം ജോലിക്കാരായ മാതാപിതാക്കളുടെ സമയക്രമമായി സ്കൂൾ സമയം ഒത്തുപോകാത്തത് വെല്ലുവിളിയാണ്. സമയമാറ്റം വേനലിലേക്ക് നീങ്ങുമ്പോൾ ഉച്ചകഴിഞ്ഞുള്ള ചൂടും പരിഗണിക്കണമെന്നാണ് രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു വാർത്ത, അമേരിക്കയിലെ വടക്കൻ വെർജിനിയയിൽ മോട്ടൽ കേന്ദ്രീകരിച്ച ലഹരി മരുന്ന് വിൽപ്പനയും അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിവന്ന ഇന്ത്യൻ വംശജരായ ദമ്പതികൾ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായി. കോശ ശർമ്മ, ഭർത്താവ് തരുൺ ശർമ്മ എന്നിവരാണ് അറസ്റ്റിലായ പ്രധാന പ്രതികൾ. റെഡ് കാർപ്പറ്റ് ഇൻ എന്ന
മോട്ടൽ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം നടന്നത്. പ്രിൻസ് വില്യം കൗണ്ടിലെ മോട്ടലിലാണ് സംഭവം. താഴത്തെ നിലകളിൽ സാധാരണ അതിഥികളെ താമസിപ്പിക്കുകയും മൂന്നാം നില ലഹരിമരുന്ന് ഇടപാടുകൾക്കും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുകയുമായിരുന്നു. മാ അഥവാ മാമ കെ എന്നറിയപ്പെട്ടിരുന്ന കോശ ശർമ്മയും പോപ്പ് അഥവാ പ എന്നറിയപ്പെട്ടിരുന്ന തരുൺ ശർമ്മയും ചേർന്നാണ് ഇടപാടുകൾക്ക് സൗകര്യമൊരുക്കിയത്. പോലീസ് പരിശോധനയ്ക്ക് എത്തിയാൽ കുറ്റവാളികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ഉദ്യോഗസ്ഥരെ തടയുകയും ചെയ്തിരുന്നത് ഇവരാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. മോട്ടലിൽ കൊക്കൈൻ, ഫെന്റനൈൽ തുടങ്ങി മാരക ലഹരി മരുന്നുകൾ വിതരണം ചെയ്തിരുന്നു. മോട്ടലിൽ കുറഞ്ഞത് 8 സ്ത്രീകളിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതായി കോടതി രേഖകളിലും വ്യക്തമാക്കി. $80 മുതൽ $150 വരെയാണ് ഇടപാടുകളിൽ നിന്ന് ഈടാക്കിയിരുന്നത്. ഇവിടെ പാർപ്പിച്ചിരുന്ന സ്ത്രീകളെ പുറത്തു പോകുവാൻ അനുവദിച്ചിരുന്നില്ലെന്നും ഇവർ ശാരീരിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. FBI-യും പോലീസും സംയുക്തമായി നടത്തിയ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടിയത്. ഏജന്റുമാർ ഇടപാടുകാരായും മറ്റും വേഷമാറി 9ഓളം തവണ മോട്ടലിലെത്തി തെളിവുകൾ ശേഖരിച്ചു. മാർഗോ PS, ജോഷ്വ റെഡിക്, ഡാഷർഡ് സ്മിത്ത് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. മറ്റൊരു വാർത്ത, വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ പിൻബലത്തിൽ ലണ്ടനിൽ ഇന്ത്യക്കാർ വിസ തട്ടിപ്പ് നടത്തുന്നതായ റിപ്പോർട്ട്. രാജ്യാന്തര മാധ്യമങ്ങളുടെ അന്വേഷണത്തിലാണ് തട്ടിപ്പ് ശൃംഖലയുടെ പ്രവർത്തനം വെളിച്ചത്ത് വന്നത്. സമൂഹ മാധ്യമത്തിൽ പരസ്യം നടത്തിയാണ് തട്ടിപ്പുകാർ കെണിയൊരുക്കിയത്. വിസ ലഭിക്കുന്നതിനായി വ്യാജ കൺസൾട്ടന്റുമാർ, വ്യാജ ജോലികൾ, വ്യാജ സർട്ടിഫിക്കറ്റുകൾ, വ്യാജ ശമ്പള രേഖകൾ എന്നിവയെല്ലാം തട്ടിപ്പുകാർ അനധികൃതർക്ക് മുന്നിലെത്തിക്കുന്നു. ഇതുവഴി അനധികൃത കുടിയേറ്റക്കാർക്ക് UK-യിലേക്ക് വരാനും താമസിക്കുവാനും നിയമപരമായ സാഹചര്യങ്ങൾ തുറന്നുകൊടുക്കുന്നു. കെയർ ഹോമുകൾ, വെയർഹൌസുകൾ, ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിലെ ജോലിക്കായിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാജരേഖ ഉപയോഗിച്ച് വരുന്ന ആളുകൾ ജോലി തേടുന്നത്. വിദഗ്ധ തൊഴിലാളി വിസകളെ വ്യാപകമായി ദുരുപയോഗം കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ട്. ഇതിനകം ഈ രീതിയിൽ UK-യിലേക്ക് വന്ന 1.2 ദശലക്ഷം കുടിയേറ്റക്കാരിൽ പലരും പെർമിറ്റുകൾ കാലഹരണപ്പെട്ടതിനു ശേഷം അനധികൃതമായി ജോലിയിൽ തുടരുന്നുവെന്നാണ് ഹോം ഓഫീസിന് അറിയില്ലെന്നും ഈ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥി വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും UK-യിൽ തുടരുവാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥിയായി വേഷമിട്ടാണ് റിപ്പോർട്ടർ അനധികൃത കുടിയേറ്റത്തിന് വഴിയൊരുക്കുന്ന കോമൾ ഷിൻഡ എന്ന വനിതയെ ബന്ധപ്പെട്ടത്. നിലവിലില്ലാത്ത ജോലിക്കായി വിദഗ്ധ തൊഴിലാളി വിസ നൽകുന്നതിന് ഏർപ്പാട് ചെയ്യാമെന്ന് കോമൾ ഷിൻഡെ റിപ്പോർട്ടർക്ക് ഉറപ്പ് നൽകി. ഗിൽ ലവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡൂബ് മസി, ബിസിനസ് പങ്കാളി സാക്ക് എന്നിവരും ഇത്തരത്തിൽ വിസ തട്ടിപ്പ് നടത്തുന്നുണ്ട്. 25,000 പൗണ്ടിന് വിദഗ്ധ തൊഴിലാളി പെർമിറ്റ് വാഗ്ദാനം ചെയ്താണ് വ്യാജരേഖകൾ ഉപയോഗിച്ച് വിസ സംഘടിപ്പിക്കുന്നത്. തങ്ങൾ യഥാർത്ഥ തൊഴിലാളികളാണെന്ന് വിശ്വസിപ്പിക്കുവാൻ ഹോം ഓഫീസിനെ കബളിപ്പിക്കുന്നതിന് തട്ടിപ്പുകാർ കേലന്റുകളിലൂടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ശമ്പളം നൽകുന്നു. പക്ഷേ ഉടൻ തന്നെ ഈ തുക പണമായി തിരികെ തട്ടിപ്പുകാർ വാങ്ങും. ബാങ്ക് അക്കൗണ്ടിൽ ശമ്പളം ലഭിക്കുന്നതായി കാണിക്കുന്നതിന് ഈ നീക്കം. വിദഗ്ധ തൊഴിലാളികളെ നിയമിക്കുന്നതിന് തൊഴിലാളികൾക്ക് സാധാരണ ഹോം ഓഫീസിൽ നിന്ന് ഒരു സ്പോൺസർ ലൈസൻസ് ആവശ്യമാണ്. യോഗ്യരായ വിദേശ ജീവനക്കാർക്ക് സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ നൽകുവാൻ ഇത് കമ്പനി അനുവദിക്കുന്നുണ്ട്. ഇതൊരു തൊഴിലാളിക്ക് £525 ചെലവാക്കും. ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ സ്പോൺസർ ലൈസൻസിന്റെ സത്യസന്ധത പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്.